ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങ ചേർക്കാതെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു മുളകിട്ട മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഈസിയായി തയ്യാറാക്കാവുന്ന അടിപൊളി ടേസ്റ്റിയായ ഈ മത്തിക്കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 20ഓളം ചെറിയ മത്തി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്യാതെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, വറുത്തൊടിച്ച ഉലുവ 1/4 സ്പൂൺ, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ചെറിയ ചൂടോടെ ഒരു ജാറിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 10 ചെറിയ ഉള്ളിയും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്ത് ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. ഇനി ഒരു മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് മീൻ ചട്ടിയിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത ജാറിൽ 2 കപ്പ് വെള്ളം ചേർത്ത് ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. മീനെല്ലാം ഗ്രേവിയിൽ മുങ്ങിക്കിടക്കാൻ ഇനി തവിയുണ്ട് ചെറുതായി ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. മീൻ നന്നായി തിളയ്ക്കുമ്പോൾ സൂപ്പർ മണമാണ് വരുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞു. നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി മീൻ കറിയുടെ മുകളിലായി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മീൻ കറി ഉപയോഗിച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല എരിവും പുളിയും മുന്നിട്ട് നിൽക്കുന്ന, അതുകൂടാതെ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് വളരെ സൂപ്പറാണ്. ഈ മീൻ കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളൊന്നും വേണ്ട, അത്ര ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യണേ. സ്വാദിഷ്ടമായ ഒരു വിഭവമായി വരുന്നതുവരെ ഗുഡ് ബൈ.